ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ജമാഅത്തെ ഇസ്ലാമി കോട്ടയം ജില്ലാ പ്രസിഡന്റ് AM അബ്ദുസ്സമദ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ SIO ജില്ലാ പ്രസിഡന്റ് മുബാറക് സാഹിബ്, ഉദ്ഘാടന പ്രഭാഷണം നിർവഹിക്കുന്ന SIO സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഹ്മാൻ സാഹിബ്, മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന പണ്ഡിതനും വക്മിയുമായ ജനാബ് സലീം സാഹിബ്, SIO ശൂറ അംഗം അമീൻ സാഹിബ്, പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SIO കോട്ടയം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഹന്നലയുടെ വഴി നടക്കുക, ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന തീം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ വിരുദ്ധ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരമൊരു പരിപാടി ഇരാറ്റുപേട്ടയിൽ സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രസക്തി ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടതില്ലാത്ത വണ്ണം കുറേ നാളുകളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇസ്ലാമോഫോബിയ എന്ന വാക്ക് പോലും നമുക്ക് പരിചയമായിട്ട് വളരെ കുറഞ്ഞ നാളുകളേ ആയിട്ടുള്ളൂ. യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഇസ്ലാമിക സമൂഹത്തെയും മുസ്ലിം സമുദായത്തെയും ഒക്കെ സാംസ്കാരികമായും സാമൂഹികമായും വംശീയമായും കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന, വളരെ അപൂർവമായി മാത്രം കേട്ടുകൊണ്ടിരുന്ന വാക്കാണ് ഇസ്ലാമോഫോബിയ എന്നത്. അത് വടക്കേ ഇന്ത്യ വഴി കേരളത്തിലേക്ക് ഈ അടുത്ത കാലത്തായി വളരെ കാര്യമായി ചർച്ച ചെയ്യപ്പെടുകയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട, മുസ്ലിം സമുദായവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും ഇസ്ലാമിക സമൂഹത്തെ കടന്നാക്രമിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ, ആസൂത്രിതമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശത്രുക്കളുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇത്തരം വിഷയങ്ങളെ വളരെ ഉയർന്ന നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെയും ഇസ്ലാമിക സമൂഹവും മുസ്ലിം സമുദായവും അതിജീവിച്ചു കൊണ്ടിരിക്കുന്നറിയാം. എപ്പോഴൊക്കെ ഇസ്ലാമിക സമൂഹം ഈ മുസ്ലിം സമുദായം ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അഭിമുഖീകരിച്ചിട്ടുണ്ടോ, പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും നവോത്ഥാന നായകന്മാരുടെ കാലഘട്ടത്തിലും ഒക്കെ തന്നെ അഭിമുഖീകരിച്ച ഈ പ്രശ്നം എങ്ങനെയാണോ അവർ കൈകാര്യം ചെയ്തത്, ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള ആളുകളെ മതചേരിയെയും അതേപോലെ തന്നെ വിശ്വാസ സമൂഹത്തെയും അതുപോലെ തന്നെ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന ശക്തികളെയും ഒക്കെ കൂട്ടുചേർന്നുകൊണ്ട് ആണ് ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ 2024 ഇലക്ഷൻ റിസൾട്ട് നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഇസ്ലാമോഫോബിയ വിരുദ്ധമായ ഇത്തരം സംവിധാനങ്ങളെയും സംഗതികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സാധ്യമാകുമെന്ന വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇസ്ലാമിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്, ഇത്തരം അതിജീവന ശേഷി കൈകാര്യം ചെയ്തൊരു ആദർശ സമൂഹമായി ഉയർന്നതുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ആ അർത്ഥത്തിലുള്ള ഉയർന്ന നിലവാരമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇരാറ്റുപേട്ട അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളിൽ ഈ നാട്ടുകാർ തന്നെ നമുക്കറിയാം, നാട്ടുകാർ ഈ രാജ്യത്തെ ഇവിടുത്തെ ആളുകൾ കാണിച്ച ഉയർന്ന നിലവാരം നമുക്കറിയാം. എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ മതേതരമായി വിശ്വസിക്കുന്ന ആളുകളെയും വിശ്വാസ സമൂഹത്തെയും എല്ലാം ഉയർന്നു നിന്നുകൊണ്ട് വലിയ ഒരു ഉന്നതമായ ഒരു നിലവാരമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരം സംഗതികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇരാറ്റുപേട്ടക്കാർക്ക് പോലും കഴിഞ്ഞത്. ആ അർത്ഥത്തിൽ ഉയർന്നു വരുന്ന ഇസ്ലാമോഫോബിയ വിരുദ്ധ വികാരങ്ങളെ മുഴുവൻ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇസ്ലാമോഫോബിയ വിരുദ്ധ സമ്മേളനമാണ് SIO ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ സമ്മേളനത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.